നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ശോഭ ചേച്ചിയെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹവും അഭിമാനവും ആദരവുമായിട്ടുള്ള സുരേഷ് ഗോപി അവരിൽ നമ്മുടെ ആദരണീയനായിട്ടുള്ള കേന്ദ്രമന്ത്രി, എന്റെ സുഹൃത്തും ഗോവയിലെ മുഖ്യമന്ത്രി ശ്രീമാൻ സാവന്ത്ജിയുടെ സഹധർമ്മിണി ശ്രീമതി സുലക്ഷണ സാവന്ത് അവர்கள், പാലക്കാടിന്റെ ജില്ലയുടെ പ്രസിഡന്റ് ശ്രീമാൻ പ്രശാന്ത് ശിവൻ, ആദരണീയനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ലീഡറും മുൻ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണുമായിട്ടുള്ള പ്രമീള ചേച്ചി, നമ്മുടെ നിയോജകമണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശ്രീമാൻ വിജീഷ്, നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ആദരണീയനായിട്ടുള്ള കർണാടകയിലെ MLA, ഹൂബ്ലി MLA മഹേഷ് ജി, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള ശ്രീമാൻ ചിറ്റൂർ രാജേന്ദ്ര പ്രസാദ്, നമ്മുടെ പ്രിയപ്പെട്ട ബിന്നിൽ പഞ്ചായത്തിലെ 2 ജനപ്രതിനിധികളായിട്ടുള്ള പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ശ്രീമാൻ സുരേഷ്, ശ്രീമതി പ്രിൻസി, നമ്മുടെ ചുങ്കമന്നം വിജയേട്ടൻ, ഈ പഞ്ചായത്തിന്റെ അമരക്കാരൻ ശ്രീമാൻ ബിനോജ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശിവദാസേട്ടൻ, കർഷക മോർച്ചയുടെ ലീഡർ ശ്രീമാൻ ഗോപി, നിയോജകമണ്ഡലത്തിന്റെ ഉപാധ്യക്ഷൻ, അതുപോലെ തന്നെ യുവമോർച്ചയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോടൊപ്പം നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീമാൻ അനന്തു, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സംയോജകൻ വിനോജ്, സംഘത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന കാര്യകർത്താക്കന്മാരെ, എന്റെ സഹപ്രവർത്തകന്മാരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, കൊച്ചുകുട്ടികളെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. യഥാർത്ഥത്തിൽ നമ്മുടെ ആരാധനായിട്ടുള്ള കേന്ദ്രമന്ത്രി 6 ദിവസം പാലക്കാട് നിയോജകമണ്ഡലത്തിൽ വരാം എന്ന് പറയുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഒരു പരിപാടിയിൽ വന്നാൽ മതി എന്നാണ്. ഒറ്റ പരിപാടിയിൽ നമ്മുടെ ആദരണീയനായിട്ടുള്ള കേന്ദ്രമന്ത്രിയെ കണ്ട്, അദ്ദേഹം ടൂറിസത്തിന്റെ മിനിസ്റ്ററാണ്, അദ്ദേഹം ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ കൂടെ ഏറ്റവും അദ്ദേഹത്തിന് ഹൃദയം ചേർത്ത് വയ്ക്കാൻ സാധിച്ചിട്ടുള്ള ഭാഗ്യവാനായിട്ടുള്ള നമ്മുടെ ചേട്ടനാണ്. അദ്ദേഹം ഒരു തവണ വന്നാൽ പാലക്കാടിലെ ജനതയ്ക്ക് ആ സന്ദേശം കിട്ടും എന്ന് ഞാൻ പറയുകയുണ്ടായി. പക്ഷേ നമ്മുടെ UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ അതിന് സമ്മതിക്കാത്ത സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ഒരു സിനിമാക്കാരനെ കൊണ്ടുവരാം എന്നാണ് പാലക്കാട്ടുകാർക്ക് അദ്ദേഹം വാഗ്ദാനം കൊടുത്തത്. നമ്മുടെ ആള് അപ്രമാദികളിലെ മുടിചൂടാമന്യനുമാണ്, രാഷ്ട്രീയത്തിലെ അജയ്യനായിട്ടുള്ള ക്യാബിനറ്റ് മിനിസ്റ്ററുമാണ് എന്നുള്ളതാണ്. 2 മടങ്ങും എത്രയോ വർഷമായി കലയുടെ മേഖലയിൽ അഗ്രേസര സ്ഥാനത്തിരിക്കുന്ന, കേരളം നെഞ്ചേറ്റിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹം നടന്നു. കൽപ്പാത്തിയില് 1.5-2 മണിക്കൂർ സമയം കൽപ്പാത്തിയിലെ തെരുവീതികളിലൂടെ നടന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. നമ്മുടെ ജ്യേഷ്ഠ സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹം നടക്കുകയാണ്. എന്തിനാ നടക്കുന്നത്? പാലക്കാടിൽ വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പാലക്കാടിൽ ഒന്നുമില്ലാത്ത, നല്ല റോഡില്ലാത്ത, നല്ല ആരോഗ്യ മേഖലയെ സൃഷ്ടിക്കാൻ സാധിക്കാത്ത, കേന്ദ്ര ഗവൺമെന്റ് എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഒരു പ്രൊജക്ട് പോലും പാലക്കാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ള ജനപ്രതിനിധികളില്ലാത്ത ഈ പാലക്കാടിന്റെ മണ്ണിൽ
അദ്ദേഹം യാത്ര ചെയ്തത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തിട്ടുള്ളത്, വാക്ക് കൊടുത്തിട്ടുള്ളത് എന്താണ്? വികസനം എത്തിക്കാം എന്നാണ്. ഈ ലോകം ആരാധിക്കുന്ന ഇന്ത്യയുടെ പ്രഗത്ഭമതിയായിട്ടുള്ള പ്രധാനമന്ത്രി തന്നെ എന്നെയും നിങ്ങളെയും കാണാൻ പാലക്കാടിന്റെ മണ്ണിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു ഭാഗ്യം നമ്മളെ സംബന്ധിച്ച് ഇനി നമുക്ക് അനുഭവവേദ്യമാകാനില്ല എന്നുള്ളതാണ്. അദ്ദേഹം പാലക്കാട് വന്നില്ലേ? ഇവിടുത്തെ ജനങ്ങളോട് സംസാരിച്ചില്ലേ? അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ വരുന്നത് വാരണാസിയിൽ നിന്നാണ്. വാരണാസിയിലെ കാശി വിശ്വനാഥനും പാലക്കാടും തമ്മിൽ ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പാലക്കാടിലെ കൽപ്പാത്തിയിലെ കാശി വിശ്വനാഥ സ്വാമികളെ തൊഴുതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങിയത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു സൂചന നൽകിയിരുന്നു. ആ സൂചന ഇതാണ്. എന്താണ്? 5 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്താൻ ഒരു MLA വിജയിപ്പിക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എന്താ പറഞ്ഞത്? മാറാത്തത് ഇനി മാറും എന്നാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്. ഈ കേരളത്തിന്റെ മണ്ണിൽ ടീം BJP മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ച ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഭരണകൂടത്തിന്റെ കാവൽക്കാരിൽ ഒരാളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ സുരേഷ് ഗോപി, അദ്ദേഹം ഇവിടെ വന്നത് ഈ പ്രദേശത്ത് മാത്തൂരിലെ കർഷകരുടെ നാടാണിത്. ആത്മാഭിമാനം കൊണ്ട്, നമ്മുടെ അന്തരംഗം സന്തോഷം കൊണ്ട് വിതുമ്പുന്ന ഒരു നിമിഷമാണ്. എന്താണ്? കർഷകരെ കാണാൻ, ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ അടുത്തറിയാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാളെ ഭാവിയിൽ പഠിക്കാൻ നല്ല സ്കൂളുകൾ ഉണ്ടാകണം എന്നാഗ്രഹിക്കാൻ, ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ പാടത്ത് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ നെൽവയലുകളിൽ അവർ കൊയ്തു കൂട്ടിയിട്ടുള്ള നെല്ല് വാങ്ങിക്കൊണ്ടുപോയിട്ട് 3 മാസം കഴിഞ്ഞിട്ടും അവർക്ക് പണം കൊടുക്കാതെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പണം പോലും വകമാറി ചെലവഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ നെറികെട്ട ഗവൺമെന്റിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വികാരമാണ് പ്രിയപ്പെട്ടവര് ഈ മാത്തൂരിലെ ജനങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഗുരുതുല്യനായിട്ടുള്ള, ഞാൻ ഏറെ സ്നേഹിക്കുന്ന, നിങ്ങൾ എന്നോട് എന്താണ് പറഞ്ഞത്? പാടശേഖര സമിതിയിലെ മാത്തൂരിലും കണ്ണാടിയിലും പിരായിരിയിലെയും പാടശേഖര സമിതിയിലെ കർഷകന്മാരെ ഞാൻ കാണാൻ പോയിരുന്നു. പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റുകാരൻ, അദ്ദേഹത്തിന്റെ മകൻ ഇന്ന് BJP-യിലാണ് കണ്ണാടി പഞ്ചായത്തിൽ. അതുപോലെ തന്നെ പിരായിരി പഞ്ചായത്തിലെ പഴയകാല കോൺഗ്രസുകാരൻ അല്ലെ ഭാസ്കരൻ, ആ പഴയകാല കോൺഗ്രസുകാരന്റെ കുടുംബം ഇന്ന് BJP-യുടെ കൂടെയാണ്. കണ്ണാടിയിലെയും മാത്തൂരിലെയും പിരായിരിയിലെയും കർഷകന്മാരെന്താണ് ആവശ്യപ്പെട്ടത്? അവരാവശ്യപ്പെട്ടത്, ഞങ്ങൾക്ക് വേണ്ടത് ആരെയാണ്? കാർഷിക വകുപ്പിന്റെ മന്ത്രിക്ക് മാത്തൂരും കണ്ണാടിയും പിരായിരിയും ഒന്ന് കാണിച്ചു കൊടുക്കാൻ ശോഭയ്ക്ക് സാധിക്കുമോ എന്നാണ് എന്നോട് പറഞ്ഞത്. ഈ വരുന്ന 6-ാം തീയതി ക്യാബിനറ്റ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻജി മാത്തൂരിലെ കണ്ണാടിയിലെ പിരായിരിയിലെ കർഷകരെ കാണാൻ വരികയാണ്. ക്യാബിനറ്റ് മിനിസ്റ്ററാണ് വരുന്നത്. ആ കർഷകരെ കാണാൻ വരുമ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശോഭയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പാലക്കാട് നിയോജകമണ്ഡലത്തിലേക്ക് കർഷകർക്ക് ക്യാബിനറ്റ് മിനിസ്റ്ററെ കാണാൻ ആഗ്രഹമുണ്ട് എന്നറിയിക്കാൻ നമുക്ക് പാഴൂർ പടിപ്പുരയിൽ പോയി പ്രശ്നം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരൊറ്റ വാട്സപ്പില് സുരേഷ് ചേട്ടനോട് നമ്മുടെ കേന്ദ്രമന്ത്രി, നമ്മുടെ ഹൃദയം, അദ്ദേഹം തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ അവിടുത്തെ അമ്മമാരോട് പറഞ്ഞിരുന്നു, ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാനല്ല ശ്രീമാൻ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഞങ്ങൾ അകത്തുണ്ടാകും, അത് ലോക്സഭയിലുണ്ടാകും, ധാരാളം വോട്ടുകൾക്കായിരിക്കും അദ്ദേഹം വിജയിക്കാൻ പോകുന്നത് എന്ന് പറയുകയും തൃശ്ശൂരിലെ അമ്മമാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മകനായി, നിങ്ങളുടെ മക്കൾക്ക് നാഥനായി തൃശ്ശൂരിന്റെ കണ്ണുനീരൊപ്പാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരാളുണ്ടാകുമെന്ന് പറഞ്ഞുവെങ്കിൽ തൃശ്ശൂരിലെ ജനത അദ്ദേഹത്തെ 75,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ തൃശ്ശൂരിൽ വിജയിപ്പിച്ചത്. അങ്ങനെ ഒരു വ്യക്തി, അദ്ദേഹം പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ വേദിയിലിരിക്കുമ്പോ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, കേന്ദ്രമന്ത്രി നടന്നിട്ടല്ലേ താഴെ ഞാൻ നടക്കേണ്ടത്, പിറകിൽ ഞാൻ നടക്കേണ്ടത്? അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങളെയൊക്കെ മുന്നിൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പിറകിൽ നടക്കുന്നത് എന്ന് പറഞ്ഞ ഒരു വലിയേട്ടനാണ്. ഇതിൽ എന്ത് വേണം? മാത്തൂരിലെയും കണ്ണാടിയിലെയും പിരായിരിയിലെയും പാലക്കാടിലെയും സഹോദരന്മാർക്ക് നമുക്ക് ജ്യേഷ്ഠനായിട്ട്, പിന്നെ നല്ല സിനിമ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് തിയേറ്ററിൽ പോയിട്ട്
ഒന്നൊന്നര പടം അഭിനയിച്ച ആളാണ്, സിനിമ അഭിനയിച്ച ആളാണ് ഇരിക്കുന്നത് അല്ലെ. കമ്മീഷണർ പോലെ അല്ലെ, എത്രയോ നല്ല നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ കേന്ദ്രമന്ത്രിക്ക് സ്വാഗതം അരുളുകയും അദ്ദേഹം ഈ വേദിയിൽ വന്നതിന് അഭിമാനം കൊണ്ട് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്, അഭിമാനത്തോടുകൂടി നിൽക്കുകയാണ്. കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ, ഭാരതം എന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം അന്തരംഗം. അങ്ങനെ അഭിമാനത്തോടുകൂടി നമ്മുടെ കേന്ദ്രമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കൈയടിച്ച് സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ വരവേറ്റിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുത്തെ പാലക്കാടിനോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നിങ്ങളുടെ സാധാരണക്കാരിയായിട്ടുള്ള ശോഭയ്ക്ക് ഒരു വലിയേട്ടനുണ്ട്. അത് ശ്രീമാൻ സുരേഷ് ഗോപിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. എന്നെ കണ്ടതിനും കേട്ടതിനും ഈ പൊരികയിൽ പണിയെടുത്ത് പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നതിനും നിങ്ങളുടെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.